ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററായ BA ഹിസ്റ്ററി ഹോണസ്റ്റ് ആണ്. അപ്പോൾ ഹിസ്റ്ററിൻ്റെ മേജർ സബ്ജക്റ്റാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ പേരാണ് ഹിസ്റ്ററി ഓഫ് കേരളം അപ് ടു 12th സെഞ്ച്വറി. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. ഈ ഒരു മൊഡ്യൂൾ ഫുള്ളായിക്കാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തെ പറ്റിയാണ്. കേരളത്തിൻ്റെ ഉത്ഭവം എവിടെ വെച്ചാണ്, എന്താണ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് കേരളമുണ്ട്, കേരളത്തിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, കേരളത്തിൻ്റെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. ചാപ്റ്റർ 1 കേരളം ലാൻഡ്സ്കേപ്പ് ആൻഡ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ ലാൻഡ്സ്കേപ്പും പരിസ്ഥിതിയും. കേരളം ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ദ ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് വെസ്റ്റ് കോർണർ ഓഫ് ദ ഇന്ത്യൻ പെനിൻസുല. ഇറ്റ് ഈസ് എ മലയാളം സ്പീക്കിംഗ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. It has any undoubted landscape with mountains, passes, valleys, rivers, streams, backwaters, beaches, etc. അപ്പോൾ പർവ്വതങ്ങൾ, ചുരങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, പിന്നെ അതേപോലെ നദികൾ, അരുവികൾ, കായലുകൾ, കടൽ തീരങ്ങൾ അപ്പോൾ തുടങ്ങിയവയെല്ലാം കൂടി അലങ്കോലമില്ലാത്ത ഒരു ഭൂപ്രകൃതിയാണ് ഇതിന് ഉള്ളത്, കേരളത്തിലുള്ളത് എന്നാണ് പറയുന്നത്. The productivity and ecosystem of the region depend on the regular two monsoon seasons. അപ്പോൾ പ്രദേശത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അതേപോലെ തന്നെ എക്കോസിസ്റ്റവും സാധാരണ രണ്ട് മഴക്കാലത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ the life of the people of this region is varied according to the nature of their living environment. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ ജീവിത ചുറ്റുപാടിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോ സ്ഥലത്തും അവരുടെ ചുറ്റുപാടിന് അനുസരിച്ചാണ് അവരുടെ ആ ഒരു സ്വഭാവത്തിനും അതേപോലെ അവിടുത്തെ ആ കൾച്ചറിനൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതി അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹിസ്റ്റോറിക്കലി ആസ് എ പൊളിറ്റിക്കൽ ടെറിറ്ററി കേരളം എക്സിസ്റ്റഡ് എവൻ ബിഫോർ ദ ഫോർമേഷൻസ് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്. അപ്പോൾ ചരിത്രപരമായി ഒരു രാഷ്ട്രീയ പ്രദേശം എന്ന നിലയിൽ ആധുനിക സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ കേരളം നിലനിന്നിരുന്നു. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വരുന്ന മുമ്പ് കേരളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് മോഡ്യൂൾ ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ എൻട്രീസ് ഓഫ് കേരളം ആസ് എ റീജൻ ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് എൻവിയോൺമെൻറ്റ്. അപ്പം അപ്പം ഈ അസ്തിത്വത്തെക്കുറിച്ചും അതായത് ആ ഒരു ഹിസ്റ്റോറിക്കലായിക്കാണ്ട് എങ്ങനെ കേരളം ഉണ്ടായി, അതിൻ്റെ ഭൂപ്രകൃതിയുടെയും പരിസ്ഥിതിയുടെ സവിശേഷതയെക്കുറിച്ചുമാണ് ഈ മൊഡ്യൂൾ ചർച്ച ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ഒരു തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോയി. ഇന്നാണ് മെയിൻ സിലബസ് വരുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രോ മാത്രം കേട്ടോ നമ്മൾ നോക്കിയത്. Kerala as a region. As a democratic state, Kerala was formed on the 1st November 1956 and now it has 14 districts stretching from Thiruvananthapuram in the south to Kasaragod in the north. Before the state formations, the region of Kerala has been gone through many political phases as follows. അപ്പോൾ ഒരു ജനാധിപത്യ സംസ്ഥാനം എന്ന നിലയിൽ 1956 നവംബർ 1 രൂപീകൃതമായ കേരളത്തിന് ഇപ്പോൾ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന 14 ജില്ലകളുണ്ട്. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് കേരളത്തിൻ്റെ പ്രദേശം നിരവധി രാഷ്ട്രീയ ഘടകങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻ ആക്ഷൻ ടൈംസ് റോട്ടേറ്റ്ലി അപ് ടു ദ 19th സെഞ്ച്വറി കേരളം വാസ് ദ പാർട്ട് ഓഫ് ദ ഏഷ്യൻ തമിഴകം. അപ്പോൾ പുരാതന കാലത്ത് ഏകദേശം 9ാം നൂറ്റാണ്ട് വരെ കേരളം പുരാതന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ കേരളം എന്ന് പറയുന്നത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത് 9ാം നൂറ്റാണ്ട് വരെ. അപ്പം ഫ്രം 19 to 12th സെഞ്ച്വറി കേരളം വാസ് ദ റൂൾഡ് ബൈ ദ സെക്കൻഡ് ചേര പെരുമാൾസ്. അതായത് അപ്പോൾ 9 മുതൽ 12ാം നൂറ്റാണ്ട് വരെ 2ാം ചേര പെരുമാളുകളാണ് കേരളം ഭരിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പൊ ആദ്യകാലങ്ങളില് കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു തമിഴ്നാടുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചേര പെരുമാൾ എന്ന് പറഞ്ഞ തമിഴിലുള്ള ഒരാളാണ് ട്ടോ. ഓരാണ് ഇത് ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെയാണ് കേരളം എന്ന് പറയുന്നത് വേറൊരു ഭാഷയും കാര്യമൊക്കെ ആയത് ട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. From the 13th century to 1800, Kerala was ruled by many major and minor kingdoms known as Naduvai, Sorobams and Desavais. അതായത് അപ്പം 13-ാം നൂറ്റാണ്ട് മുതൽ 1800 വരെ കേരളം ഭരിച്ചത് നാടുവാഴി സ്വരൂപങ്ങൾ എന്നും ദേശവൈകൾ എന്നും അറിയപ്പെടുന്ന ചെറുതും വലുതുമായ നിരവധി രാജ്യങ്ങളാണ് അപ്പം കേരളം ഭരിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1800 മുതൽ 1947 മുതൽ കേരളം 3 പ്രധാന രാഷ്ട്രീയ വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തെക്ക് തിരുവിതാംകൂറും മധ്യഭാഗത്ത് കൊച്ചിയും നാടുരാജ്യങ്ങളായി ഭരിച്ചു. മലബാർ എന്ന് വിളിക്കപ്പെടുന്ന വടക്കൻ ഭാഗം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ ജില്ലയായിരുന്നു. അപ്പം കേരളത്തിൻ്റെ ആദ്യ 9-ാം നൂറ്റാണ്ടിലെന്ന് പറഞ്ഞാൽ തികച്ചും തമിഴകത്തിൻ്റെ ഒരു കൈകളിലായിരുന്നു അല്ലേ. പിന്നെ അത് ആരുടെ കൈകളിലേക്ക് വന്നു? അത് കേരളത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് വരികയാണ് പിന്നെ ചെയ്തത് ട്ടോ. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. കേരളം ആസ് പാർട്ട് ഓഫ് ഏഷ്യൻ തമിഴകം എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. വെങ്കിടത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള ഒരു സാംസ്കാരികവും ഭാഷാപരവുമായ പ്രദേശമായ പുരാതന തമിഴകത്തിലെ ഒരു രാഷ്ട്രീയമാണ് കേരളം എന്ന് പറയുന്നത്. മൂവേന്തർ രാജാക്കന്മാരാണ് തമിഴകം ഭരിച്ചിരുന്നത്. അതായത് ചേര, ചോള, പാണ്ഡ്യർ എന്നിവരായിരുന്നു ഭരിച്ചിരുന്നത്. പുരാതന കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ അസ്തിത്വം, അതായത് ഹിസ്റ്റോറിക്കൽ കേരളം നിലനിന്നതായി പല ചരിത്ര റിസോഴ്സിലും പരാമർശിക്കുന്നുണ്ട്. BC 4-ാം നൂറ്റാണ്ടിൽ സംസ്കൃത വ്യാകരണ പണ്ഡിതനായ കാത്യായനൻ ദക്ഷിണേന്ത്യയിലെ ചേര, ചോള, പാണ്ഡ്യ എന്നിവരെ സൂചിപ്പിക്കുന്നു. BC 3-ാം നൂറ്റാണ്ടിലെ മൗര്യ ചക്രവർത്തിയായ അശോകന്റെ 2-ാം പ്രധാന ശിലാശാസനം ചോള, പാണ്ഡ്യ, സത്യപുത്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കൊപ്പം കേരളപുത്രനെയും പരാമർശിക്കുന്നു. ചേരന്മാരാണ് കേരളം ഭരിച്ചത്. അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം കൊങ്ങുനാട്, ഇന്നത്തെ കോയമ്പത്തൂർ മേഖല ഭാഗത്ത് വരെ വ്യാപിച്ചു. അതുകൊണ്ട് ആദ്യകാല ചേരന്മാർ കൊങ്കുചേരൻ എന്നും അറിയപ്പെട്ടിരുന്നു. പത്തിട്ടുപത്ത്, പുറനാനൂറ് തുടങ്ങിയ ആദ്യകാല തമിഴ് സാഹിത്യങ്ങൾ അനുസരിച്ച് 2 ചേര രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉദിയൻ വംശവും ഇരുമ്പറൈ വംശവും. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ പുഗലൂരിൽ നിന്നുള്ള 2-ാം നൂറ്റാണ്ടിലെ തമിഴ് ബ്രാഹ്മി ലിപിയിലും ഇരുമ്പുറൈ വംശത്തിൻ്റെ ചരിത്രപരമായ അസ്തിത്വം പ്രകടമാണ്. അതുപോലെ 1-ഉം 2-ഉം നൂറ്റാണ്ടുകളിലെ ഗ്രീക്ക് റോമൻ ക്ലാസിക്കൽ സാഹിത്യം പ്ലാനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി പോലെ പുരാതന കേരളത്തിൻ്റെ ഭരണാധികാരിയായ ചെറോബോത്ര എന്ന് പരാമർശിക്കുന്നു. അതായത് ചെറോപുത്ര അല്ലെങ്കിൽ കേരളപുത്രി. കേരള ഭരണപ്രദേശത്തിൻ്റെ പേരിലും രാജവംശത്തിൻ്റെ പേരിലും ഇത് പ്രയോഗിക്കപ്പെട്ടു. പുരാതന കാലത്തെ ഈ ലഭ്യമായ എല്ലാ ചരിത്ര റിസോഴ്സും BC 4-ാം നൂറ്റാണ്ട് മുതൽ ആദ്യകാല ചേരന്മാരുടെ ഒരു രാഷ്ട്രീയ പ്രദേശമായി കേരളത്തിൻ്റെ അസ്തിത്വം പണ്ട് കാലങ്ങളിൽ കാണപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ കേരളത്തിൻ്റെ മാപ്പിൽ പണ്ട് കാലങ്ങളിൽ നാടുകളുടെ പേരുകളാണ് ട്ടോ. പിന്നാണ് കോഴിക്കോട്, മലപ്പുറം ഒക്കെ ഇപ്പോഴത്തെ പേരൊക്കെ ഇപ്പം വന്നതാണ്. പണ്ട് കാലത്ത് പേരുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം.
Kerala from 19th century up to 12th century. The Perumal kingdom was divided into 14 nadus that extended from Venad in the south to Kolattu Nadu in the north. Yep, each nadu was ruled by Naduwais who were loyal to the Perumal. അപ്പോൾ ഒരു പെരുമാൾ രാജ്യം തെക്ക് വേണാട് മുതൽ വടക്ക് കൊല്ലത്തു നാട് വരെ വ്യാപിച്ചു കിടക്കുന്ന 14 നാടുകളായി വിഭജിക്കപ്പെട്ടു. വിശ്വസ്തരായ നാടുവാഴികളായിരുന്നു ഓരോ നാടും ഭരിച്ചിരുന്നത്. പെരുമാള് upon the literary and epigraphical evidence of this period refers to the term Kerala as the geopolitical territory of the Chera Perumal on different options. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സാഹിത്യപരവും എപ്പിഗ്രാഫിക്കൽ തെളിവുകളും വിവിധ സന്ദർഭങ്ങളിൽ ചേര പെരുമാളിൻ്റെ ഭൗമ രാഷ്ട്രീയ പ്രദേശമായി കേരളം എന്ന പദത്തെ സൂചിപ്പിക്കുന്നു. അവ സുഭദ്രാന്യ തപസിവരണം തുടങ്ങിയ സമകാലിക സംസ്കൃത നാടകങ്ങൾ കുലശേഖര വർമ്മൻ അല്ലെങ്കിൽ സ്തനുരവി കുലശേഖര കേരള കുലചൂണ്ട മനേക മഹോദയ പരമേശ്വരസ്യ എന്നും കേരളാദിനാഥൻ എന്നും പരാമർശിക്കുന്നു. 10ാം നൂറ്റാണ്ടിലെ തൃക്കാക്കര ലിഖിതം ചില കേരള കേക്കാരി പെരുമാൾ തൃക്കാക്കര ക്ഷേത്രത്തിന് നൽകിയ ധനസഹായത്തെ സൂചിപ്പിക്കുന്നു. 11ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥമായ മൂഷികവംശം കാവ്യവും രണ്ടാം ചേരയുടെ പ്രദേശത്തെ കേരളം എന്നും സൂചിപ്പിക്കുന്നു. അനന്തപുര വർണ്ണനം പോലെയുള്ള മധ്യകാല മണിപ്രവാളം പാഠം മഹോദയപുരയിലെ രാജാവിനെ കേരളത്തിൻ്റെ സംരക്ഷകനായി പരാമർശിക്കുന്നു. ഏകദേശം 1124 ചേരയുടെ അധഃപതനത്തിനു ശേഷവും വെണ്ണാട്ടിലെ ചേരാനന്തര നാടുവാഴികൾ കേരളം എന്ന പട്ടം അലങ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കോത്ത കേരളവർമ്മ, രാമകേരളവർമ്മ, രവികേരളവർമ്മ. വെണ്ണാട് ഭരണാധികാരിക്ക് വെണ്ണാടിൻ്റെ പ്രദേശം മാത്രമേ നിയന്ത്രണമുള്ളുവെങ്കിലും ഈ പദവി ഭരണാധികാരിക്ക് തെക്ക് മുതൽ വടക്ക് വരെയുള്ള മുഴുവൻ കേരളത്തിൻ്റെയും പരമാധികാര പദവി നൽകിയതായി തോന്നുന്നു. ഇനി നമുക്ക് 13ാം നൂറ്റാണ്ട് മുതൽ 1800 വരെയുള്ള കേരളത്തെ പറ്റി നോക്കാം. പിന്നെ നിങ്ങളോട് പറയാം, ഞാൻ അതിൽ ഇംഗ്ലീഷ് ആഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അറിയോ? ഞാൻ നോട്ട്സ് ഇതിൽ കൊടുത്തേക്കണ്. പിന്നെ ഞാൻ മലയാളം പറഞ്ഞു പോകുന്നത് ഇപ്പം ഇംഗ്ലീഷും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും കേട്ടോ. അതില്ലാതിരിക്കാനാണ്. കാരണം ഇതൊരു ചരിത്രമല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ചരിത്രം ഈ മലയാളത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചരിത്രം എന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. രണ്ടാം ചേര രാജ്യത്തിൻ്റെ പതനത്തിനു ശേഷം ആദ്യം ഭരിച്ചിരുന്ന ആരാണ്? ചേര രാജാക്കന്മാരായിരുന്നു. അതിൻ്റെ ഭരണത്തിന് ശേഷം കേരളത്തിൻ്റെ പ്രദേശം രാഷ്ട്രീയമായി ചിന്ന ഭിന്നമാവുകയും സ്വരൂപങ്ങൾ എന്നറിയപ്പെടുന്ന നിരവധി രാജ്യങ്ങളും കോലത്തുനാട്, നെടിയിരുപ്പ്, വള്ളുവനാട്, പിന്നെ അതുപോലെ വെണ്ണാട് മുതലായ ദേശവായി വായുനോർ തുടങ്ങിയ ചെറു പ്രമുഖന്മാരുടെ ഭരിക്കുകയും ചെയ്തു. ആദ്യം ഭരിച്ചിരുന്ന ചേര രാജ്യത്തിലെ ആൾക്കാരായിരുന്നു അല്ലേ. പിന്നെ അത് മാറി മാറി കുറേ ചെറിയ ആൾക്കാരും ഭരിക്കാനൊക്കെ ചെറു പ്രമുഖന്മാരൊക്കെ ഭരിക്കാൻ വേണ്ടി തുടങ്ങി നമ്മുടെ കേരളം. ഈ ടൈമിലൊന്നും കേരളം ഒരു രൂപീകരണത്തിൽ വന്നിട്ടില്ല കേട്ടോ. കേരളം സംസ്ഥാനമായിക്കാണ്ട് രൂപീകരിച്ചിട്ടില്ല. ഇതിപ്പോഴും തമിഴ്നാടിൻ്റെ കയ്യിലാട്ടോ. 13ാം സെഞ്ചുറിയിലൊക്കെ. കേരളോൽപ്പത്തി മൊഴി പാരമ്പര്യം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തെ മലയാള ഭൂമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പാരമ്പര്യം അനുസരിച്ച് ഐതിഹാസിക
പുരാണ കഥാപാത്രമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളം ക്ഷത്രിയ കൂട്ടക്കൊലയുടെ പക്ഷാതാപം എന്ന നിലയിൽ ബ്രാഹ്മണർക്ക് വിതരണം ചെയ്തു. തൽഫലമായി കേരളത്തിലെ നദികളിലെ 32 ബ്രാഹ്മണ വാസസ്ഥലങ്ങൾ രൂപീകരിച്ചു. കാരണം ഇത് ഹിന്ദുക്കളുടെ ആ ഒരു വിശ്വാസം അനുസരിച്ച് 32 ബ്രാഹ്മണർ അവിടെ വസിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്, അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് ബ്രാഹ്മണർ ക്ഷത്രിയ പെരുമാളിനെ കേരളം ഭരിക്കാൻ കൊണ്ടുവന്നു. ഈ പാരമ്പര്യം ബ്രാഹ്മണർ രചിച്ചത് ഭൂമിയുടെയും ഭരിക്കുന്ന രാജ്യങ്ങളുടെയും മേലുള്ള ആചാരപരമായ നിയന്ത്രണത്തെ സാധൂകരിക്കുന്നതിനു വേണ്ടിയാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതേസമയം ഭരിക്കുന്ന പ്രദേശത്തിനു മേലുള്ള അവരുടെ രാഷ്ട്രീയ നിയമസാധ്യത ആധികാരികമാക്കുന്നതിന് ഭരിക്കുന്ന രാജ്യങ്ങളെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലേക്കുള്ള വിദേശ സഞ്ചാരികളുടെ വരവും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. അവരൊരിക്കലും കേരളം എന്ന പദമല്ല പരാമർശിച്ചത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലം കേരള സംസ്ഥാനമായി രൂപീകരിച്ചിട്ടില്ല കേട്ടോ. അത് തമിഴ്നാട്ടിലെ ആൾക്കാരും അതേപോലെ കുറച്ച് പ്രമുഖ രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നാണ് അത് ഭരിച്ചിരുന്നത് കേട്ടോ കേരളം. അതുകൊണ്ട് അവിടെ ടൂറിസം വന്ന ആൾക്കാരൊന്നും കേരളം എന്നല്ല പറഞ്ഞത്. പകരം അവർ ഈ പ്രദേശത്തെ ബാലിബാർ, മലബാർ, മംഗലാപുരം അല്ലെങ്കിൽ മഞ്ചേശ്വരത്തിനും കേപ്പ് കൊമോറിനും ഇടയിലുള്ള പ്രദേശമെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ 1800 മുതൽ 1947 വരെയുള്ള കേരളം. 1800 മുതൽ 1947 വരെയുള്ള കേരളം പ്രധാനമായും 3 രാഷ്ട്രീയ വിഭാഗങ്ങളായി അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നു. മലബാർ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തിയുടെ കീഴിലുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു ജില്ലയായിരുന്നു. അപ്പോൾ ഈ ടൈമിലൊന്നും കേരളം ഒരു സംസ്ഥാനമായി തിരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ 3 ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ഫലമായി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അതാണ് കേരള പിറവി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 1956 നവംബർ 1 കേട്ടോ കേരളം ആദ്യമായി ഒരു സംസ്ഥാനമായി രൂപീകരിച്ചത്. അപ്പം 13-ാം നൂറ്റാണ്ട് വരെ കേരളം എന്ന പേര് ചരിത്ര രേഖകളിൽ ആദ്യകാല ചേരയുടെയും പിന്നീടുള്ള ചേരന്മാരുടെയും ഭരണ രാഷ്ട്രീയ മേഖലകളായി പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്ന് മുകളിൽ പറഞ്ഞ ചർച്ച വെളിപ്പെടുത്തുന്നു. അതായത് ആദ്യകാലങ്ങളിൽ അപ്പോൾ കേരളം എന്നല്ലല്ലേ പറഞ്ഞത്. അപ്പോൾ ചേരഭരണമായിരുന്നു അല്ലെങ്കിൽ ചേരന്മാരുടെ ഭരണമായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ 13-ാം നൂറ്റാണ്ടിൻ്റെ ശേഷമാണ് കേരളം എന്ന് എല്ലാവരും പറയാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് ചെറുതും വലുതുമായ രാജാക്കന്മാർ ഭരിച്ചിരുന്ന മലനിരകളുടെ നാട് എന്ന നിലയിൽ ഈ പ്രദേശം മലബാർ എന്നറിയപ്പെട്ടു. 1800 മുതൽ 1947 വരെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ മലബാർ വടക്കൻ ഭാഗത്തേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു. മധ്യ തെക്ക് ഭാഗങ്ങൾ നാട്ടുരാജ്യങ്ങളായി തുടർന്നു. അപ്പോഴും ഭരണം എന്ന് പറഞ്ഞത് അതിൻ്റെ അടുത്ത് തന്നെ ഇനി ബ്രിട്ടീഷുകാരുടെയും അതേപോലെ നാട്ടുരാജ്യങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു അല്ലേ. പിന്നെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കേരളം എന്തായത് ജനാധിപത്യ രാജ്യമായി തീർന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്ത് തരുന്നതാണ്.